Okay, so we have quantum mechanical case Px is equal to IH by IH cut to dou by dou x ആണ്, Py is equal to IH cut to dou by dou y, Pz is equal to IH cut to dou by dou z. But റിലേറ്റിവിസ്റ്റിക്കിൽ നമ്മൾ മിൻകോബി സ്പേസിൽ വരുമ്പോൾ ഒരു P4 അല്ലേ, ഫോർ വെക്ടർ ഫോർമാലിസ് ആണല്ലോ. സോ എന്ത് ആണ് നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ ഒരു P4 കൂടി വരും. P4നെ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. സോ ജനറലൈസ് ചെയ്ത് എഴുതുകയാണ് നമ്മൾ പി മ്യൂ ഓപ്പറേറ്ററാണ്. പി ക്യാപ്പ് ഇട്ടു. പി മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ മ്യൂ 1 2 3 4 ഓക്കെ 4 ഉണ്ടായിരിക്കും. 4 വെക്ടറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് മ്യൂ. ഓക്കെ, ഡോ എക്സ് അല്ല, ഡോ സൈ ആണത്. ഓക്കെ, ഡോ സൈ മ്യൂ, ഡോ കൈ മ്യൂ. ഓക്കെ, ഇക്വേഷൻ 1 കാരണം ഇവിടെ ഒരു എക്സ് അല്ല കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൽ, വേറൊരു ലെറ്ററാണ്, കൈ എന്ന് പറയുന്ന ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പി മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോർ മൊമെൻറ്റം പി ആണ്, പിയുടെ കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ 3 P1 P2 P3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് കമ്പോണൻസ് ഓഫ് ദി മൊമെൻറ്റം വെക്ടർ പി, നമ്മുടെ സാധാരണ 3 വെക്ടറിൻ്റെ കമ്പോണൻസ് P1 P2 P3. ഓക്കെ, വിച്ച് കറസ്പോൺസ് Px Py ആൻഡ് Pz. ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൂടുതൽ പറയാത്തത്. ദെൻ P4 അല്ലേ, നാലാമത്തെ വെക്ടർ എന്താണ്, P4 വിച്ച് കറസ്പോണ്ട്സ് ടു ഐ സി ടി അല്ലേ. ഐ സി ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P4 ആണിത് മൊമെൻറ്റം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I by C E. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ജനറലൈസ് ചെയ്തിട്ടുള്ള ഫോമാണ് പി മ്യൂ. ഇത് എന്താണ്, ഇറ്റാലിക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഫോർ വെക്ടർ ഫോർമാലിസ് ആണ്. ബോൾഡിലാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതെന്താണ്, ഇത് കണ്ടത് ബോൾഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 3 വെക്ടറാണ്. ഓക്കെ, സോ P4 ഈക്വൽ ടു I by C E ആണ്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ, C എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ മൊമെൻറ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ, പൊസിഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്, X1 X2 X3 X4 എന്ന് പറഞ്ഞാൽ ഐ സി ടി, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ P4 I by C E ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വാട്ട് ഈസ് P4. സോ വേർ P4 എങ്ങനെ നമ്മളിപ്പോൾ കാണാം, മ്യൂ ഈസ് ഈക്വൽ ടു 4. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ജനറലൈസ് ചെയ്ത ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, മ്യൂവിന് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ P4 ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ്. ഇവിടെ എന്ത് വരും, 4 എന്ന് വരും. ആ 4ൽ X4 എന്താ, ആക്ച്വലി ഐ സി ടി അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഐ എച്ച് കട്ട് ഡിവൈഡ് ബൈ സി ഇൻറ്റു ഡോ ബൈ ഡോ ടി. അപ്പോൾ അതിൽ P4 ഈസ് ഈക്വൽ ടു I by C ഇൻറ്റു എന്താണ്, ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇ അല്ലേ, എനർജിയാണ്. സോ ദാറ്റ് ഈസ് P4 ഈക്വൽ ടു I by C E. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഇട്ട് കൊടുത്തത്. ഇക്വേഷൻ 2 P4 ഈക്വൽ ടു I by C E എന്ന് പറഞ്ഞതിൽ കറക്റ്റ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്തു, ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി അല്ലേ. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണല്ലോ നമ്മളിത് എഴുതിയത്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ആണ്. ദാറ്റ് ഈസ് എന്താണ്, പി സ്മോൾ പി, ഐ മീൻ ഇറ്റാലിക്സിലുള്ള പി, അതായത് 4 വെക്ടറാണ്. 4 വെക്ടർ മൊമെൻറ്റത്തിന് എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി 3 വെക്ടർ പി ആൻഡ് I by C E. ഓക്കെ, ആൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, X1 X2 X3 X4 ആണ്. X4 ഈസ് ഈക്വൽ ടു ഐ സി ടി. അപ്പം വെക്ടർ 6, ഐ സി ടിയുടെ കമ്പോണൻസ് ആണ് എന്ത്, എക്സ് എന്ന് പറയുന്നത്. 4 വെക്ടർ പൊസിഷൻ കോർഡിനേറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ഐ സി ടി. ദാറ്റ് ഈസ് നമ്മൾ 1 ഡയമെൻഷനിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആറിന് പകരം നമ്മൾ വെക്ടർ എക്സ് ഐ സി ടി. ഓക്കെ, ആൻഡ് പി ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റ. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 4ഉം 3യും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, so these three equation 3 and 4, yes, that is equation 3 and 4 നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിലേറ്റിവിസ്റ്റിക് തിയറിയിലുള്ള അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാണ്. ഓക്കെ, ദേ ആർ ലോറൻസ് കോവാരിയൻറ്റ്. ദീസ് ഇ ആൻഡ് പി ആർ ലോറൻസ് കോവാരിയൻറ്റ്. സോ വി ആർ എസ്റ്റാബ്ലിഷിംഗ് ദെയർ വാലിഡിറ്റി ഇൻ എ റിലേറ്റിവിസ്റ്റിക് തിയറി. So for that the quantum mechanical wave equation, okay,
ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഇക്വേഷൻ എടുത്തു. ഇ സൈ ഈക്വൽ ടു എച്ച് സൈ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ടി. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ എന്താ പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ്റെ പ്ലേസിൽ എന്താ ഒരു റിലേറ്റിവിസ്റ്റിക് ഹാമിൽട്ടോണിയൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്ത അപ്രോച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാമിൽട്ടോണിയൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യണം, എച്ചിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസാണ്. അപ്പോൾ അതിന് നോൺ റിലേറ്റിവിസ്റ്റിക് ഫോർമുല എച്ച് ഇസ് ഈക്വൽ ടു p²/2m ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ഐ എച്ച് കട്ട് ∂/∂t psi of r t is equal to -h²/2m into del square psi of r t. ദാറ്റ് ഈസ് ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ∂/∂tക്ക് നമ്മൾ സഫിക്സ് ടി എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാം, രണ്ടും കറക്റ്റാണ്. ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐ എച്ച് കട്ട് .t psi of r t is equal to -h²/2m into del square psi of r t. ഓക്കെ, ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കുക. അതിൽ വേർ .t is equal to ∂/∂t. ഓക്കെ, നൗ ടു മേക്ക് ഇക്വേഷൻ 5, ദാറ്റ് ഈസ് ഇക്വേഷൻ 5 എന്തായിരുന്നു, ഈ psi of r t is equal to h psi of r t. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയൊരു റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള വേവ് ഇക്വേഷൻ അല്ലായിരുന്നു ഇക്വേഷൻ 5. അപ്പോൾ അതിനെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് എച്ചിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റിലേറ്റിവിസ്റ്റിക് ഹാമിൽട്ടോണിയൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തായിരുന്നു, നോൺ റിലേറ്റിവിസ്റ്റിക് കേസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഒരു എക്സ്പ്രഷൻ ഫോർ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എന്താ റിലേറ്റിവിസ്റ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ നമുക്കറിയാം, ഈസ് ഈക്വൽ ടു √p²c²+m² c⁻⁴. ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കൊടുക്കുക. അപ്പം ഈ സൈ ഈക്വൽ ടു എച്ച് സൈ അല്ല, ഈഗൻ വാല്യൂ ആണല്ലോ. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടോണിയൻ ഈസ് നെയിംലി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് √p²c²+m² c⁻⁴. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുക, അതൊക്കെ ക്യാപിറ്റൽ പികളാണ്. അപ്പോൾ അതൊക്കെ 3 വെക്ടറാണ്. ഓക്കെ, 7, 8. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യാണ്, സ്ക്വയർ ചെയ്യാണ്. എച്ചിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് എഴുതി. അപ്പം സോ h² ഇസ് ഈക്വൽ ടു, കാരണം നമ്മുടെ വേവ് ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ സ്ക്വയർ ചെയ്തു. സോ h² എന്ന് പറഞ്ഞാൽ p²c²+m² c⁻⁴. ഓക്കെ, സോ നൗ e² is equal to ih കട്ട് ∂/∂t ആയിരുന്നു. അപ്പോൾ e²ഉം ih കട്ട് ∂/∂t ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ h psi ഈസ് ഈക്വൽ ടു e psi എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് സ്ക്വയർ ചെയ്തു. എച്ചിനെയും ഇനെയും സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ത്, റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ വേവ് ഇക്വേഷൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് സ്ക്വയർ ചെയ്താണ് എഴുതിയിട്ടുള്ളത്. e² ഈക്വൽ ടു h² psi. ഇനി അതിൽ നമ്മൾ e²ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, -h² psi of r t /∂t² is equal to h² കിട്ടിയ വാല്യൂ 8ാമത്തെ ഇക്വേഷൻ. അപ്പോൾ അത് p²c²+m² c⁻⁴ into psi of r t. ഓക്കെ, സോ ദാറ്റ് ഈസ് -h²/c² ∂² of psi of r t is equal to, ഇവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, -ih കട്ട് ഡെൽറ്റയുടെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ p² എന്ന് പറഞ്ഞാൽ എന്താ, h² del² ആണ്. അപ്പോൾ ഞാൻ ഈ p²നാണ് എന്തിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, h² del² എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കിട്ടി. പിന്നെ ഒരു i² കൂടെ വരും, അപ്പോൾ ആ നെഗറ്റീവ് സൈനും കൂടി ഉണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ -h² del² +m² c² psi of r t. ഇവിടെ ഉണ്ടായിരുന്ന ഒരു c² നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് കൊടുന്നു. ഓക്കെ, അതാണ് ആ c⁻⁴ മാറിയിട്ട് ഇവിടെ c² ആയത്. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സീനെ ഇവിടെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇൻറ്റു psi of r t. ഇനി നമ്മൾ എന്ത് ചെയ്യും, -h² വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു -h² വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകില്ല, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടിയത് 1/c² into ∂² /∂t² of psi of r t is equal to del² minus
m square c square divided by h square into psi of rt. Okay, that is del square psi minus 1 by c square into dou square psi of rt divided by dou t square minus m square c square psi of rt by h square is h cut square is equal to 0. ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? k is equal to എം സി ബൈ എച്ച് കട്ട് എന്ന് പുട്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഡെൽ സ്ക്വയർ മൈനസ് 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ, അതായത് എം സി ബൈ എച്ച് കട്ട്, കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ സി സ്ക്വയർ ബൈ എച്ച് കട്ട്. അപ്പോൾ നമ്മൾ കെ സ്ക്വയറിന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇൻറ്റു സൈ ഓഫ് ആർ ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെൽ സ്ക്വയർ മൈനസ് 1 ബൈ സി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള നൊട്ടേഷൻ ഇതിന് ഡോട്ടി എന്ന് പറഞ്ഞിട്ടല്ല റെപ്രസെൻറ്റ് ചെയ്തതുപോലെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡോട്ടി പ്രൈം എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഡോട്ടി പ്രൈം സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് ആർ ടി ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 9 ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിലെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. കണ്ടോ? ഈ ഒരു സ്ക്വയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഅലംബേർഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഡിഅലംബേർഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ മൈനസ് 1 ബൈ സി സ്ക്വയർ ഡോ ടി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കെ സ്ക്വയർ ഇല്ല ഇതുവരെ ഈ വാല്യൂ. ഓക്കെ, ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിഅലംബേർഷ്യൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ വിൽ ബിക്കം ഡിഅലംബേർഷ്യൻ മൈനസ് കെ സ്ക്വയർ ഓഫ് സൈ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലെയിൻ ഗോഡാൻ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെല്ലല്ല, അത് ഒരു സ്ക്വയറാണ് ഡിഅലംബേർഷ്യൻ. ഓക്കെ, ഡിഅലംബേർഷ്യൻ എന്നാണ് പറയുക. അതിനെ നമുക്കെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡിഅലംബേർഷ്യൻ ഈക്വൽ ടു ഡോമ്യൂ. ഇവിടെ എന്താണത്? കോവാരിയൻറ്റ് ഫോമാണ് കേട്ടോ. കാരണം മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മ്യൂവിൻ്റെ വാല്യൂ 1 2 3 4 4 കമ്പോണൻറ്റ്, അടുത്ത മ്യൂവിന് 4 കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിരത്തി 4 4 എഴുതുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യണം? എല്ലാ ഇക്വേഷനും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ശരിക്കും ചെയ്യുന്നത്. ഇവിടെ എല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് വളരെ മിനിമലായിട്ടുള്ളൊരു ഫോമിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അതൊക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ ടെക്സ്റ്റൊക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. റിലേറ്റിവിറ്റിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ്റെ കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഡെല്ലല്ല ഡിഅലംബേർഷ്യൻ. ഓക്കെ, ഡിഅലംബേർഷ്യൻ ഈസ് ഈക്വൽ ടു ഡോമ്യൂ ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് എന്താണ്? ഡെൽ സ്ക്വയർ ഫ്രം ദ ഇക്വേഷൻ നമ്പർ 9 എന്താ കിട്ടുക? ഡെൽ സ്ക്വയർ മൈനസ് 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ഡോ ടി പ്രൈം സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 11 കൊടുക്കുക. ഓക്കെ, ഇവിടെ ഡോമ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡോട്ടി എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോട്ടി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഡോമ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഡോ ബൈ ഡോ എക്സ് മ്യൂ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ ഉള്ളൊരു, ദാറ്റ് ഈസ് ഡോമ്യൂ ഇൻറ്റു ഡോമ്യൂ എന്ന് എങ്ങനെ എഴുതി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പറയാം. മ്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വാല്യൂസ് എവിടെ 1 2 3 4 ആണ്. അപ്പോൾ അത് നമ്മൾ കമ്പോണൻ്റ് ആണ്, കോർഡിനേറ്റ്സ് ആണ്, സ്പേസ് കോർഡിനേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ x1 x2 x3 ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ICT അല്ലേ. അപ്പോൾ ഡോമ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഡോ ബൈ ഡോ എക്സ് മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് മ്യൂ അല്ലേ വരിക. ഡോ ബൈ ഡോ എക്സ് മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് മ്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ മ്യൂ എന്ന് പറയുമ്പോൾ 1 1 2 2 3 3 അതേപോലെ തന്നെ 4 4. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് 1 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് 1 പ്ലസ് ഡോ ബൈ ഡോ എക്സ് 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് 2 പ്ലസ് ഡോ ബൈ ഡോ എക്സ് 3 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് 3 പ്ലസ് x4 കമ്പോണൻ്റ് എന്ന x4 എന്ന് പറഞ്ഞാൽ ICT അല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ ICT ഇൻറ്റു ഡോ ബൈ ഡോ ICT എന്ന് വെച്ചാൽ ഇത്രയും ഇതെന്താണ്? നമ്മുടെ ഡെല്ലിൻ്റെ സ്ക്വയർ അല്ലേ. ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡെല്ലാണ്. അപ്പം ഡോ ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ ഡോ ബൈ ഡോ എക്സ് വൈ ഹോൾ സ്ക്വയർ ഡോ ബൈ ഡോ എക്സ് ഒരു ഹോൾ സ്ക്വയർ. അപ്പോൾ ഡെൽ സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ ഡെൽ സ്ക്വയർ പിന്നെ വരുമല്ലോ, ഐ സ്ക്വയർ എന്ന് വരുമ്പോൾ ഒരു മൈനസ് സൈന് വരും അല്ലേ. ആ മൈനസ് സൈന് വന്നിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ളത് ഒരു 1 ബൈ സി സ്ക്വയർ ഉണ്ടായിരിക്കും ഇൻറ്റു ഡോ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ ഇതേ കണ്ട നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്തിനാണ്? നമ്മുടെ ഡിഅലംബേർഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് എഴുതിയത് കേട്ടോ. ഇവിടെ ഡോമ്യൂ എന്നുള്ളത് നമ്മൾ കോവാരിയൻറ്റ് ഫോമിൽ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, സോ അതിന് ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ക്ലെയിൻ ഗോഡൻ ഇക്വേഷനും കണ്ടു. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ ശരിക്കും ആക്ച്വലി സമ്മേഷൻ ഉണ്ട്. ഈ ഡോമ്യൂ എന്നുള്ളിടത്ത് ശരിക്കും എന്തുണ്ട്? സമ്മേഷൻ ഓവർ ഉണ്ട്. പക്ഷേ എന്താ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് ഇൻഡെക്സ് ആണ്. അപ്പോൾ റിപ്പീറ്റിംഗ് ഇൻഡെക്സ് ആയതുകൊണ്ട് നമ്മൾ സമ്മേഷൻ ഇട്ടില്ല. സമ്മേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. ഐൻസ്റ്റീൻ്റെ സമ്മേഷൻ കൺവെൻഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ഇൻഡെക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് സമ്മഡ് ഓവർ. ഇവിടെ ഓൾറെഡി സമ്മേഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് ഇടില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. ഐൻസ്റ്റീൻ്റെ സമ്മേഷൻ കൺവെൻഷൻ വെച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി.
പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലെയിൻ ഗോർഡനും കണ്ടുപിടിച്ച വഴിയാണിത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡെല്ല് നോക്കുകയാണ്. ഡെല്ലിൽ എന്താണ്, ഡെല്ലല്ല ഡിഎലംബേഷൻ. അപ്പോൾ ഡിഎലംബേഷനിൽ നോക്കിക്കേ, ഇവിടെ എന്താണ് സ്പേസ് കോർഡിനേറ്റ് എന്ന് പറയുന്നതും സ്ക്വയർ ആണ്, അതല്ലേ, സെക്കൻഡ് ഓർഡർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്താണ്, രണ്ടും സിമെട്രിക് ആയിട്ടാണ് അല്ലേ, രണ്ടും സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ രണ്ടും എന്താണ് സിമെട്രിക് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്, ആ ഒരു സിമെട്രിക് ട്രീറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലെയിൻ ഗോർഡൻ എന്താണത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താണ് സിമെട്രിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പേസ് ആൻഡ് ടൈം ആണ് അതിനായിട്ട്. കാരണം രണ്ടും സെക്കൻഡ് ഓർഡറിലാണുള്ളത്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ദേ ആർ എന്താണ് ലോറൻസ് കോൺവാരിയൻറ്റ് ഓർ ലോറൻസ് ഇൻവാരിയൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇതിന് ഡ്രോബാക്ക് ഉള്ളത് കൊണ്ടാണല്ലോ മറ്റേ ഡിറാക് ഇക്വേഷൻ വന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡ്രോബാക്സ്? കുറേ ഡ്രോബാക്സ് ഉണ്ട്. നമ്മൾ 2-3 പഠിക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ഹാമിൽട്ടോണിയൻ നമ്മൾ സ്ക്വയർ ചെയ്തിട്ടാണ് വേവ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കാരണം ഒരു ലീനിയർ ആയിട്ടുള്ള ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എച്ച് സ്ക്വയർ അതുപോലെ തന്നെ എച്ച് സ്ക്വയർ ചെയ്തു. എച്ച് സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്ന ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ആ സ്ക്വയറിങ് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, റൂട്ട് ഓഫ് എവിടെ അതാണ്ടോ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട്, അതായത് എച്ച് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്തുണ്ട്, അപ്പോൾ ശരിക്കും 2 റൂട്ട്, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എന്നല്ലേ എന്ന് പറഞ്ഞ് 2 റൂട്ട് വരണമല്ലോ. എനർജി അപ്പോൾ എന്താണ് ഒരു റൂട്ട്, ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു എന്തുണ്ട്, ഒരു പ്രസൻസ് ആണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്വയറിങ് കാരണം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് നമ്മുടെ തിയറിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, the wave equation no longer confirm the dynamical postulate. The wave equation dynamical postulate എന്തായിരുന്നു, get psi of t is equal to എന്താണ് some time evolution operator into psi of t0 അല്ലേ. ഈ വേവ് ഇക്വേഷനൊക്കെ നമ്മൾ മുന്നേ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റ് psi of t0യിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഉണ്ടായിരുന്ന സ്റ്റേറ്റ്. അപ്പം ഇതിന് എന്ത് ചെയ്യുന്നില്ല, കൺഫേം ചെയ്യുന്നില്ല. ഫസ്റ്റ് കേസ് അതായിരുന്നു. ദെൻ പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് എനർജി കൂടെ ഒരു എച്ച് സ്ക്വയർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് എനർജിയുടെ സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കാം. ഇ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ c⁴ ആണ്. ഓക്കെ, സോ ഇ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ. അപ്പോൾ നമ്മൾ എച്ച് കട്ട് ഒമേഗ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ, പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് കെ ആണ്. അപ്പോൾ എച്ച് കട്ട് സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ c⁴. ഓക്കെ, അപ്പോൾ അതിന് എച്ച് കട്ട് ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്താണ് റൂട്ട് കണ്ട, പ്ലസ് ഓർ മൈനസ് വന്നത് നെഗറ്റീവ് എനർജി കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സി സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് വരുന്നുണ്ട് എന്ത്, ക്ലെയിൻ ഗോർഡൻ വെച്ചിട്ട് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. പക്ഷേ അത് ആരെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ വൈ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തില്ല, എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. പിന്നെ പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റിനെയും പറ്റിയിട്ടാണ്. കാരണം നമുക്കറിയാം എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കണം, ശരിക്കും ഇത് ഇൻവാരിയൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്, എവിടെ നമ്മൾ ഏതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് മാറാൻ പാടില്ലല്ലോ, നമുക്ക് ഇൻവാരിയൻ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. ലോസ് ഓഫ് ഫിസിക്സ് അങ്ങനെയാണ്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇൻവാരിയൻ്റ് ആവുന്നില്ല, വാരിയൻ്റ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റോ ഓഫ് ആർ ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് വേവ് ഫംഗ്ഷൻ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ മോഡ് സൈ ഓഫ് ആർ ടി ദി ഹോൾ സ്ക്വയർ ആയിരുന്നു. അതിൻ്റെ ദാറ്റ് മീൻസ് എന്താണ് ഒരു പോസിറ്റീവ്. കാരണം എന്താണ് ഈ ഡെൻസിറ്റി പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താ മോഡൽ എടുത്ത്, അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ഡിഫൈനിറ്റ് പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എ പോസിറ്റീവ് ഡിഫൈൻഡ് പ്രോബബിലിറ്റി റോ വിച്ച് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്ത് ചെയ്യുന്നുണ്ട്, റോ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ദാറ്റ് ഷുഡ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവാലിഡ്. അപ്പോൾ ആ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഷുഡ്, ദാറ്റ് ഈസ് റോ എന്ന് പറയുന്നത്, റോ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തായിരിക്കണം, റിലേറ്റിവിസ്റ്റിക്കലി ഇൻവാലിഡ്. അപ്പോൾ റോയുടെ ഇക്വേഷൻ രണ്ടോടത്തും ഒരുപോലെ ആയിരിക്കണം. ഒരു സ്ഥലത്ത് ഒരു ഇക്വേഷൻ വേറെ സ്ഥലത്ത് വേറെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് ഇൻവാരിയൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് റിലേറ്റിവിസ്റ്റിക് കേസല്ല.
ഓക്കെ, റിലേറ്റിവിസ്റ്റിക്കലി അത് തെറ്റാണ്. അപ്പം നമ്മൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി ജെയും ഉണ്ട്. ജെയും എന്തായിരിക്കണം? ഇൻവാരിയൻ്റ് ആയിരിക്കണം. അതായത് രണ്ട് ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? ഒരേ ഇക്വേഷനാണ് കിട്ടുന്നത്. റിലേറ്റിവിസ്റ്റിക്കലി ചെയ്യുമ്പോഴും ക്വാണ്ടം മെക്കാനിക്കലി ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? റോയും ജെയും ഒരുപോലെ തന്നെയാണ് കിട്ടേണ്ടത്. ഒരേ ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണത്? ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ്റെ ഒരു പോരായ്മയാണ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രൂവ് ചെയ്യാണ്. പ്രൂവ് ചെയ്യല്ല, ജസ്റ്റ് നമ്മൾ പറയുകയാണ്. ഡ്രോബാക്ക് പഠിച്ചിട്ട് നമുക്ക് മറ്റേ ഡിറാക്കിൻ്റെ ഇക്വേഷൻ കൂടി നോക്കണം. ഓക്കെ, സോ നമ്മൾ റോ ഓഫ് ആർ ടി നമുക്കറിയാം, മോഡുലസ് ഓഫ് സൈ ഓഫ് ആർ ടി സ്ക്വയർ ആണ്. ആൻഡ് ജെ ഓഫ് ആർ ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സെക്കൻഡ് സെമ്മിലാണ് പഠിച്ചത്. ജെ ഓഫ് ആർ ടി കറണ്ട് ഡെൻസിറ്റി മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 13 ആയിട്ട് കൊടുത്തു. ഓക്കെ, റോ ഓഫ് ആർ ടിയും ജെ ഓഫ് ആർ ടിയും ക്വാണ്ടം മെക്കാനിക്കലിയുള്ള ഇക്വേഷൻസ് ആണ്. ഇത് നമ്മൾ ഡെറിവേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രോബ്ലം ചോദിക്കുന്നൊരു ഇക്വേഷനുമാണ്. ഓക്കെ, സോ ദ ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ്, അതായത് ഡീലംബറേഷൻ ഇടുന്നതിന് മുന്നുള്ള ഇക്വേഷനായിട്ട് എടുത്തത്. സോ അതെടുത്തു. ഡെൽ സ്ക്വയർ മൈനസ് 1/c² ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് ആർ ടി ഈക്വൽ ടു 0 ആണ്. എന്നിട്ട് അതിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ വിൽ ബിക്കം എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു. സി സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ സൈ മൈനസ് എം സ്ക്വയർ സി റേസ് ടു 4/h കട്ട് സ്ക്വയർ സൈ ഇക്വേഷൻ നമ്പർ 14 ആയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ എബവ് ഇക്വേഷനെ സൈ സ്റ്റാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എവിടെ നിന്ന്? ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സൈ സ്റ്റാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് സൈ സ്റ്റാർ ഡോ സ്ക്വയർ സൈ. അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോയും ജെയും. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഇക്വേഷൻ ഏതാ? ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ. ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ എന്താണ്? റിലേറ്റിവിസ്റ്റിക്കലി ഉള്ള ഇക്വേഷൻ. അപ്പം മറ്റേ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ നമ്പർ 13 എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷനും. അപ്പോൾ അതിൽ കിട്ടിയ റോയും ജെയും ഇനി കിട്ടാൻ പോകുന്ന റോയും ജെയും ഒരുപോലെ ആണോ? ഒരുപോലെ ആണെങ്കിൽ അതെന്താണ്? ലോറൻസ് ഇൻവാരിയൻ്റ് ആണ്. ഒരുപോലെ അല്ലെങ്കിൽ അതെന്തല്ല? ഇൻവാരിയൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഡ്രോബാക്ക് ഓഫ് ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യാണ്. ആ ഒരു മൈൻഡിൽ വേണം ഇത് ചെയ്യാനായിട്ട്. മാത്തമാറ്റിക്കലി ചെയ്യുന്ന സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് സൈ സ്റ്റാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ നമ്പർ വെറുതെ ജസ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 14ാമത്തെ ഇക്വേഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു. അപ്പോൾ ദാറ്റ് ഈസ് ഇവിടെ സൈഡ് സ്ഥാനത്തൊക്കെ സൈ സ്റ്റാർ വരും. കാരണം ഐ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാർ എടുത്താൽ മതി. കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു. 14ാമത്തെ ഇക്വേഷൻ്റെ ഡോ സ്ക്വയർ സൈ സ്റ്റാർ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? സി സ്ക്വയർ ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ മൈനസ് എം സ്ക്വയർ സി റേസ് ടു 4/h കട്ട് സ്ക്വയർ സൈ സ്റ്റാർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കോംപ്ലക്സ് എടുത്ത ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷന് സൈ ഫ്രം റൈറ്റ്, റൈറ്റിൽ എന്ത് ചെയ്യാണ്? സൈ വെച്ചിട്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക. ഡോ സ്ക്വയർ സൈ സ്റ്റാർ ബൈ ഡോ ടി സ്ക്വയർ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ സൈ മൈനസ് എം സ്ക്വയർ സി റൈസ് ടു 4/h കട്ട് സ്ക്വയർ ഇൻറ്റു സൈ സ്റ്റാർ സൈ. ഇക്വേഷൻ ബി. ഓക്കെ, നൗ എന്ത് ചെയ്യണം? എ മൈനസ് ബി ചെയ്യുക. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? പിന്നെ ബാക്കിയുള്ള ടേംസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ എഴുതി എന്താണ്? സൈ സ്റ്റാർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ സൈ സ്റ്റാർ സൈ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ സൈ സ്റ്റാർ ഡെൽ സ്ക്വയർ സൈ മൈനസ് സി സ്ക്വയർ ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ സൈ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനെ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ മൊഡ്യൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ മാറ്റി എഴുതാതെ നമുക്ക് വേറൊരു ഫോമിക്ക് എഴുതാം. അതാണ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി മൈനസ് ഡോ സൈ സ്റ്റാർ ഡോ ടി ഇൻറ്റു സൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടുക. എന്ന് വെച്ചാൽ എന്താണ്? ഡോ ബൈ ഡോ ടിയോ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ്, അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടേംസ് ഇതിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഈ ഒരു സാധനം തന്നെ കിട്ടും. ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ മുന്നേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സംശയമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരം തന്നെ കിട്ടുക. അതേപോലെ തന്നെ ഈ സി സ്ക്വയറിൽ ഇവിടെ നമുക്ക് ഡെല്ലിനെ പുറത്തേക്ക് എടുക്കാം. സി സ്ക്വയർ ഇൻറ്റു ഡെല്ലിനെ പുറത്തേക്ക് എടുക്കുകയെന്ന് വെച്ചാൽ ഡെൽ ഓഫ് ദിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് സി സ്ക്വയർ ഡെല്ല് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് ഡെൽ സൈ സ്റ്റാർ സൈ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 15 ആയിട്ട് കൊടുത്തു അതിന്. ഓക്കെ, നൗ പിന്നെന്താ ചെയ്തത്? അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക ജെയും റോവും ആയിട്ടല്ല. അപ്പം ഒരു IH കട്ട് ബൈ 2m എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ. ജെ ഈസ് ഈക്വൽ ടു മൈനസ് IH കട്ട് ബൈ 2m സംതിങ് എന്നുള്ള ടേമാണ് ഉണ്ടായിരുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മൈനസ് IH കട്ട് ബൈ 2m വെച്ചിട്ട് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാം.
ഓക്കെ, അപ്പോൾ കിട്ടിയ സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ, അതിലേക്ക് എന്ത് ചെയ്തു, മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു ഡോ ബൈ ഡോ ടി ഇൻറ്റു സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി മൈനസ് ഡോ സൈ സ്റ്റാർ ബൈ ഡോ ടി സൈ ഇസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു സി സ്ക്വയർ ഇൻറ്റു ഡെൽ ഡോട്ട് സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് ഡെൽ സൈ സ്റ്റാർ സൈ. ഓക്കെ, ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു ഡോ ബൈ ഡോ ടി ഇൻറ്റു സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി മൈനസ് ഡോ സൈ സ്റ്റാർ ബൈ ഡോ ടി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു ഒരു മൈനസ് ഉണ്ട്, ദെൻ സി സ്ക്വയർ ഡെൽ, then that is j of rt, that is minus ih cut by 2m into ഇത്രയും ഭാഗം ഈ മൈനസ്, ഓക്കെ, മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇത്രയും ഭാഗം എന്തായിരുന്നു നമ്മുടെ ജെ ആണ്. അപ്പോൾ ജെ ഓഫ് ആർ ടി ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ദെൻ പിന്നെ ഉള്ളതൊരു സി സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു ഡെല്ലും ഉണ്ട്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് സൈൻ വെച്ചിട്ടൊരു പ്രശ്നം വേണ്ട കേട്ടോ, കാരണം ഇവിടെ നെഗറ്റീവ് ഞാൻ ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, അപ്പോൾ നെഗറ്റീവ് ഓഫ് ദിസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു നെഗറ്റീവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വേണ്ട നെഗറ്റീവ് സൈനിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ദെൻ ബാക്കിയുള്ള ടേം എന്താണ്, ഐ എച്ച് കട്ട് ബൈ 2m, ഈ സി സ്ക്വയറിനെ ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുന്നതാണ് ഈ സി സ്ക്വയർ, ഇവിടെയുള്ള സി സ്ക്വയർ. ഓക്കെ, ഡോ ബൈ ഡോ ടി ഇൻറ്റു സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി മൈനസ് ഡോ സൈ സ്റ്റാർ ബൈ ഡോ ടി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ ഓഫ് ആർ ടി. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് അറിയാലോ, എന്തായിരുന്നു ഇതല്ല ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, എന്താ, ഡോ ബൈ ഡോ ടി ഓഫ് റോ ഓഫ് ആർ കോമ ടി പ്ലസ് ഡെൽ ഡോട്ട് ജെ ഓഫ് ആർ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഡോട്ട് ടി റോ പ്ലസ് ഡൈവേർജൻറ്റ് ഓഫ് ജെ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ടെക്സ്റ്റിൽ കൊടുത്തപ്പോൾ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കോവാരിയൻറ്റ് ഫോമിൽ എങ്ങനെ എഴുതാം, ഡോ മ്യൂ ജെ മ്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, that is j is equal to j comma ic rho. ഓക്കെ, കോവാരിയൻ ഫോമുല എഴുതിയതാണത്. നൗ ഇപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് ഇതിനെ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റിവിസ്റ്റിക് കേസിൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ഐ എച്ച് കട്ട് ബൈ 2m സി സ്ക്വയർ ഇത്രയും ഭാഗം കണ്ടോ, ഡോ ബൈ ഡോ ടി ഓഫ് റോ എന്നാണ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ഡെൽ ഡോട്ട് ജെ എന്നുമാണ്. അപ്പോൾ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഐ എച്ച് കട്ട് ബൈ 2m സി സ്ക്വയർ, ഐ എച്ച് കട്ട് ബൈ 2m സി സ്ക്വയർ ഇൻറ്റു സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി മൈനസ് സൈ ഡോ സൈ സ്റ്റാർ ഡോ ടി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 17 ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 13 റോയും അതേപോലെ തന്നെ നമ്മുടെ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി, റോ എന്ന് പറയുന്നത് എന്താ, ഇൻവാരിയൻ്റ് ആണ് അല്ലേ. ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു, സോറി, റോ എന്ന് പറയുന്നത് വാരി ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആണല്ലേ. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ മോഡ് സൈ ഓഫ് ടി സ്ക്വയർ ആണ് നമുക്ക് ക്യു എമ്മിൽ കിട്ടിയ ക്വാണ്ടം മെക്കാനിക്കലി കിട്ടിയത്. പക്ഷേ റിലേറ്റിവിസ്റ്റിയിൽ കിട്ടിയപ്പോൾ എന്താ, രണ്ടും വാരി ചെയ്യുന്നത്. അപ്പോൾ എന്താണത്, ഇൻവാരിയൻ്റ് അല്ലാതെ, ഇറ്റ് ഈസ് നോട്ട് ഇൻവാരിയൻറ്റ്. ഓക്കെ, ദെൻ ജെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു സൈ ഡെൽ സൈ സ്റ്റാർ മൈനസ് സൈ സ്റ്റാർ ഡെൽ സൈ. ഇവിടെ തന്നെ നമ്മളത് എടുത്തെഴുതിയല്ലോ ജെ ആണെന്നുള്ളത്. അപ്പോൾ ജെ എന്ന് പറയുന്നത് രണ്ടിലും ഒരേപോലെ തന്നെ. സോ നമുക്കെന്ത് മനസ്സിലായി, ലോറൻസ് ഇൻവാരിയൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫെയിൽസ്, അതിൻ്റെ ഡ്രോബാക്കാണ്. അപ്പോൾ അത് and the 4 current density and the quantum mechanical current density are same, so they are invariant but rho are different. Now we can write j mu of x is equal to h cut by 2m I into psi star
ഓഫ് എക്സ് ഇൻറ്റു ഡോ മ്യൂ സൈ ഓഫ് എക്സ് മൈനസ് സൈ ഓഫ് എക്സ് ഡോ മ്യൂ സൈ സ്റ്റാർ ഓഫ് എക്സ്. ഓക്കെ, ജെനെ നമ്മൾ ജസ്റ്റ് ഒരു കോവാരിയൻ്റ് ഫോമിലേക്ക് എഴുതിയതാണ്. അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റീനെ റോ ഓഫ് ആർ ടി എന്ന് പറഞ്ഞാൽ ഐ എച്ച് കട്ട് ബൈ 2m സി സ്ക്വയർ ഇൻറ്റു സൈ സ്റ്റാർ ഡോട്ട് ടി സൈ മൈനസ് ഡോട്ട് ടി സൈ സ്റ്റാർ സൈ. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡ്രോബാക്ക് എന്താണ്, സ്പിൻ ഹാഫ് പാർട്ടിക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, സ്പിൻ സീറോ പാർട്ടിക്കിളിനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു നമ്മളല്ല ഡിറാക്ക് ഇക്വേഷൻ കൊണ്ടുവന്നു. നമ്മളെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് മെത്തേഡ് വഴി എന്തായിരുന്നു ഡിറാക്ക് ചെയ്തത് എന്താ വെച്ചാൽ ഒരു റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ ബിൽഡപ്പ് ചെയ്ത് ഫസ്റ്റ് ഓർഡറിലുള്ള റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷനാണ് ബിൽഡപ്പ് ചെയ്തത്. എന്നിട്ട് അത് വെച്ച് നമുക്ക് സ്പിൻ ഹാഫൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.